വിജയകുമാർ, ഇപ്പൊ ഗൂഢാലോചന കേസിൽ ഒരുപക്ഷെ നേർക്കുനേർ തെളിവെന്ന് പറയുന്നത് ഈ പ്രതികൾ ഇരുന്ന് ഗൂഢാലോചന നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരണം, അല്ലെങ്കിൽ CCTV പുറത്തു വരണം. അപ്പൊ അത് സാധ്യമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചായയും ക്യാഷ്യൂനട്ടും കഴിച്ച് ഇരുന്ന് ചർച്ച നടത്തുന്ന ഗൂഢാലോചന വിളിക്കാനും കഴിയില്ലല്ലോ. ഇത് ഗൂഢമായി നടക്കുന്നതാണ്. ഇപ്പൊ പൂക്കട ഗൂഢാലോചനയിലൊക്കെ തെളിവില്ലാതായപ്പോൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത് രാജ്യചരിത്രത്തിൽ തന്നെ ഒരു 120B ഗൂഢാലോചനയിൽ ഇത്രയധികം തെളിവുകൾ സമാഹരിച്ച എന്ന് പറഞ്ഞാൽ ബാക്കി തെളിവുകൾ, സാഹചര്യ തെളിവുകൾ സമാഹരിച്ച മറ്റൊരു കേസുണ്ടോ എന്ന് സംശയമാണ്. അത്രയധികം ഗൂഢാലോചനയ്ക്ക് തെളിവുകളും പറയാം. അതിപ്പം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാവട്ടെ, സെൽഫികളാവട്ടെ, ബാക്കി വിവരങ്ങളാവട്ടെ, മഞ്ജുവാരുടെ മൊഴിയടക്കമുള്ള കാര്യങ്ങളാവട്ടെ, അത്രയും സമർപ്പിച്ച മറ്റൊരു കേസുണ്ടോ എന്ന് സംശയമാണ് വിജയകുമാർ. പക്ഷെ അത് കോടതിക്ക് ബോധ്യപ്പെടുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അല്ല കാശ്മി, ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് ഈ കേസിൽ 28 നേരിട്ടുള്ള സാക്ഷികളാണ് വിചാരണ ഘട്ടത്തിൽ കൂറുമാറിയത്. അതായത് ഇതിലെ ഗൂഢാലോചന സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെ കേസിനെ സാധൂകരിക്കുന്ന പോലീസിന് കിട്ടിയ മൊഴികളിൽ അങ്ങനെ മൊഴി നൽകിയ 28 പേരാണ് വിചാരണ കോടതിക്ക് മുൻപാകെ അവരുടെ മൊഴി മാറ്റി പറഞ്ഞത്. അവർ ആദ്യം പറഞ്ഞ മൊഴിയെ അവർ തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഈ കേസിലുണ്ടായത്. അതിൽ ആ 28 സാക്ഷികളിൽ 24 പേരും ഈ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് അതിപ്രധാനപ്പെട്ട സാക്ഷികളായിരുന്നു. അതിൽ ഈ ഗൂഢാലോചനയെ സാധൂകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പോലീസിനോട് മൊഴി എന്ന നിലയിൽ പറഞ്ഞിട്ടുള്ളവർ തന്നെയാണ് അവർ വിചാരണ കോടതി മുൻപാകെ മാറ്റി പറഞ്ഞത്. അതാണ് ഈ കേസിലെ വിചാരണ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ നേരിട്ട ഒരു പ്രധാനപ്പെട്ട തിരിച്ചടി. മറ്റൊന്നും, എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ചില സാക്ഷികൾ, ഇപ്പോൾ അന്തരിച്ച MLA PT തോമസിനെ പോലെയുള്ളവർ, അവർ ഈ കേസിലെ സാക്ഷിമൊഴിയിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും, വലിയ വെല്ലുവിളികൾ ഉണ്ടായെങ്കിലും, വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായെങ്കിലും അവർ ആ മൊഴിയിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. ഇപ്പോൾ ലാലിനെ പോലെയൊക്കെയുള്ള ചലച്ചിത്ര പ്രവർത്തകർ അതിൽ മൊഴിയിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബനെ പോലുള്ളവരൊക്കെ അതിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. അങ്ങനെ ഈ മൊഴിയിൽ ഉറച്ചു നിന്നവരുമുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട 28 സാക്ഷികളാണ് വിചാരണ ഘട്ടത്തിൽ വിചാരണ കോടതിയിൽ മൊഴി മാറ്റി ഞങ്ങൾ ആദ്യം പറഞ്ഞ മൊഴിയെ അവർ തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ പ്രോസിക്യൂഷൻ ആ നിലയിൽ പ്രതിസന്ധി നേരിട്ടാണ്. അപ്പോൾ നേരിട്ടുള്ള തെളിവ് എന്ന് ഞാൻ പറഞ്ഞത്, നേരിട്ട് ഗൂഢാലോചന നടത്തുന്നത് ആരെങ്കിലും കണ്ടു എന്ന അർത്ഥത്തിലല്ല. ഒരു ഗൂഢാലോചന സംബന്ധിച്ച് അതിൽ നേരിട്ട്, ആ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കെടുത്തവർ എന്ന നിലയിൽ പറയാവുന്ന കോൺസ്പിറസിയുടെ ആംഗിൾ ഒട്ടും തന്നെ ഇല്ലാത്തൊരു കേസായിരുന്നു ഇത്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രതി ഒരാളുടെ പേര് പറയുന്നത് കൊണ്ട് മാത്രം ഒരു കേസ് പ്രോസിക്യൂഷന് കോടതിയിൽ നിലനിർത്താനാവില്ല. ആ മൊഴിയെ സാധൂകരിക്കുന്ന സബ്സ്റ്റാൻഷ്യൽ എവിഡൻസുകളാണ് ആ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരത്തിലുള്ള എവിഡൻസുകൾ എത്രത്തോളം വിചാരണ കോടതിക്ക് മുൻപാകെ വന്നിട്ടുണ്ട്, അത് എത്രത്തോളം മുഖവിലക്കെടുക്കാൻ വിചാരണ കോടതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇതിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലേക്ക് വെളിച്ചം വീശാവുന്ന 28 പ്രധാനപ്പെട്ട സാക്ഷികളാണ് വിചാരണ കോടതി മുൻപാകെ അവരുടെ മൊഴി മാറ്റി പറഞ്ഞ് അവർ ഇതിൽ കൂറുമാറി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ നിലപാട് വിചാരണ കോടതി മുൻപാകെ എടുത്തത്. ആ നിലയിലും അത് കൂറുമാറ്റത്തിന്റെ ഒരു ഘോഷയാത്ര കണ്ട ഒരു കേസ് കൂടിയാണ് നടി ആക്രമിച്ച കേസ്. അതും വിചാരണ കോടതി മുൻപാകെ കണ്ടതാണ്. ഇനിയും ഇതിൽ മറ്റൊരു അസാധാരണ, വിചാരണ കോടതി ജഡ്ജിനെതിരെ അതിജീവിത രാഷ്ട്രപതി ഭവന് വരെ പരാതി നൽകുന്ന ഒരു സമാനതകളില്ലാത്ത സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ വിചാരണ കോടതി ജഡ്ജിനെതിരെ പല കോടതികളിൽ ഹർജികൾ, അപേക്ഷകൾ ഒക്കെ നൽകി വിചാരണ കോടതിയെ കുറെ കൂടി അതിനെ നേർവഴിക്ക് നയിക്കണമെന്ന് അതിജീവിതയ്ക്ക് പറയേണ്ടി വന്ന സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നീതിന്യായ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അല്ലെങ്കിൽ അത്യപൂർവ സംഭവങ്ങളാണ്. അതിനും ഈ കേസ് സാക്ഷ്യം വഹിച്ചതാണ്. അങ്ങനെ ഏതാണ്ട് ഒരു 7-7.5 വർഷത്തെ വിചാരണ, 8.5 വർഷത്തെ കാത്തിരിപ്പ്, 7.5 വർഷത്തെ വിചാരണ കോടതി മുൻപാകെ വന്ന തെളിവുകളുടെ പലവട്ടമുള്ള അപഗ്രഥനം. ഇതിൽ അതിജീവിത പറഞ്ഞിട്ടുള്ളത് പോലെ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ, അവരെ ഭയപ്പെടുത്താൻ ഈ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ടോ, ആരൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് അവർക്ക് വലിയ ആശങ്കയുണ്ടാകുന്ന തരത്തിൽ ഒരു ഘട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നിച്ച അവസ്ഥ അതിജീവിതയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഈ കേസിന്റെ നടത്തിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സാക്ഷി. ഇപ്പോൾ ജുഡീഷ്യറി പോലും പലതവണ ചോദ്യമുനയിൽ നിന്നിട്ടുണ്ട്. താഴെത്തട്ടിലുള്ള വിചാരണ കോടതിക്ക് താഴെയുള്ള കോടതികളെ ചോദ്യമുനയിൽ നിർത്തേണ്ടി വന്നു. ചോദ്യങ്ങൾക്ക് പലതിലും മറുപടി ഉണ്ടായിട്ടില്ല. ഇപ്പൊ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടതാണ്, ഫാക്ട് ഫൈൻഡിങ്ങിൽ കണ്ടെത്തിയതാണ്. പക്ഷേ ഇപ്പോഴും അതിന്റെ പിന്നിൽ ആരാണ് എന്ന കാര്യവും ആർക്കെതിരെ എന്തെങ്കിലും നടപടി അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ മെമ്മറി കാർഡ് തുറന്നു പരിശോധന ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കണ്ടെത്തുകയും ചെയ്തു. ഞാൻ വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.